ദൈവജനമേ, ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 41 മുതൽ 44 വരെയുള്ള തിരുവചന ഭാഗമാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. ജെറുസലേമിനെ നോക്കി യേശു കരയുന്ന ഹൃദയസ്പർശിയായ ഒരു രംഗമാണിത്. സമാധാനത്തിലുള്ളതൊക്കെയും നിന്റെ കണ്ണിൽ നിന്ന് മറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ കാലത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിയാത്ത ഒരു സമൂഹത്തെയാണ് അവിടുന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ സന്ദർശന സമയം അവർ തിരിച്ചറിഞ്ഞില്ല. ഈ തിരുവചനം നമ്മെ ഓരോരുത്തരെയും ആഴത്തിൽ ചിന്തിപ്പിക്കേണ്ട ഒന്നാണ്. ഈ സുവിശേഷം ഇന്നത്തെ ലോകത്തിലെ പാപങ്ങളെയും ധാർമ്മിക വെല്ലുവിളികളെയും കൃത്യമായി വരച്ചു കാട്ടുന്നു. ആധുനിക മനുഷ്യനും പലപ്പോഴും ജെറുസലേം നിവാസികളെപ്പോലെ ആത്മീയമായ അന്ധതയിലാണ്. ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തെയും കരുണയെയും നാം പാടെ അവഗണിക്കുന്നു. ഭൗതിക നേട്ടങ്ങൾക്കും സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കും പിന്നാലെ നാം പായുമ്പോൾ യഥാർത്ഥ സമാധാനത്തിൻ്റെ ഉറവിടമായ ക്രിസ്തുവിനെ നാം വിസ്മരിക്കുന്നു എന്ന് തിരിച്ചറിയണം. പാപത്തിൻ്റെ വഴികളിൽ നിന്ന് പിന്തിരിയുവാനും മാനസാന്തരപ്പെടുവാനും അവിടുന്ന് വീണ്ടും ഇന്ന് ഒരവസരം നമുക്ക് തന്നിരിക്കുന്നു, നമ്മെ വീണ്ടും ക്ഷണിക്കുന്നു. ഈ തിരുവചനം സഹോദരങ്ങളെ, യേശുവിൻ്റെ രണ്ടാം വരവിനുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. ആ സന്ദർശന സമയം തിരിച്ചറിയാത്തതുകൊണ്ട് ജെറുസലേമിന് നേരിട്ട കനത്ത നാശം ഒരുക്കമില്ലാത്തവർക്ക് വരാനിരിക്കുന്ന ന്യായവിധിയെ ഓർമ്മിപ്പിക്കുന്നു. അതിനാൽ നാം ഉണർന്നിരിക്കണം, തയ്യാറായിരിക്കണം. ആത്മാവിൽ വിശുദ്ധിയോടുകൂടി പ്രാർത്ഥിക്കണം. നിരന്തരമായി പാപത്തിൽ വീണുപോകാതെ നമ്മുടെ ജീവിതം വിശുദ്ധീകരിക്കപ്പെടണം. യേശു നൽകുന്ന പ്രത്യാശയിലും ആശ്വാസത്തിലും ആശ്രയിച്ചുകൊണ്ട് അവിടുത്തെ രണ്ടാമത്തെ വരവിനായി നമുക്ക് ഒരുങ്ങാം. ദൈവത്തിൻ്റെ അനന്തമായ കരുണയിൽ നമുക്ക് ശരണപ്പെടാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.